Hello friends, welcome back to my channel Vayolas Kitchen. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നല്ല ചൂട് കാലാവസ്ഥയായി ഇപ്പം അല്ലേ? അപ്പോൾ ഈ ചൂട് കാലാവസ്ഥയ്ക്ക് നമ്മുടെ മനസ്സും ശരീരവും ഒന്ന് ഉന്മേഷവും തണുക്കാൻ വേണ്ടി ഒരു കിടിലൻ സംഭാരം ഉണ്ടാക്കിയാലോ നമുക്ക്? നമ്മൾ ഈ സർവത്തും അതേപോലെ തന്നെ കൂൾ ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കുമ്പോഴത്തേനും നമ്മുടെ ശരീരം മാത്രമേ തണുക്കത്തുള്ളൂ. അതിൻ്റെ വലിയ ഉപകാരങ്ങളൊന്നും കാര്യമായിട്ടുണ്ടാവത്തില്ല. ഈ സംഭാരം കുടിക്കുവാണെങ്കിൽ നമ്മുടെ ശരീരം തണുക്കുക മാത്രമല്ല, അതിന് ഒത്തിരി ഗുണങ്ങളുണ്ട്. നിൽക്കും അതേപോലെ കൊളസ്ട്രോളിനും ഹൈ ബ്ലഡ് പ്രഷറിനൊക്കെ വളരെ നല്ലതാണ് ഈ സംഭാരം എന്ന് പറയുന്നത്. വല്ല അസുഖം വന്നിട്ട് ആൻറ്റിബയോട്ടിക്സ് ഒക്കെ കഴിക്കാൻ സൈഡ് എഫക്ട്സ് ഒക്കെ വരും. അങ്ങനെ സൈഡ് എഫക്ട്സ് ഒക്കെ വരാതിരിക്കാനായിട്ട് നമ്മൾ ഡോക്ടേഴ്സ് പ്രോബയോട്ടിക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേറെ ഗുളിക എഴുതി. കേർഡ്, അതായത് തൈര് എന്ന് പറയുന്നത് ഒരു അടിപൊളി പ്രോബയോട്ടിക്സ് ആണ്. നമ്മൾ നിത്യേന കഴിക്കുന്ന ഭക്ഷണങ്ങളിലൊക്കെ കുറച്ച് തൈര് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനും ആരോഗ്യത്തിനും ഒക്കെ നല്ലതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, സംഭാരം എന്നൊക്കെ പറയുന്നത് നമ്മൾ എത്ര തവണ നമുക്ക് സംഭാരം കുടിക്കാം. അത് നമ്മുടെ ശരീരത്തിന് ഗുണം മാത്രമേ ചെയ്യത്തുള്ളൂ, ഒരു ദ്രോഹം അതുപോലെ ചെയ്യത്തില്ല. അപ്പോൾ അധികം സംസാരിച്ച സമയം കളയാതെ അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെയാ ഉണ്ടാക്കണേന്നുള്ളത്. അപ്പൊ സംഭാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ല കട്ടിയുള്ള തൈരാണ്. 1 കപ്പ് തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിത് ബ്ലെൻഡ് ചെയ്തെടുക്കുവാണ്. നമ്മുടെ ഈ തൈര് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കുവാണ് ചെയ്യുന്നത് കേട്ടോ. അതൊന്ന് ആ കട്ടി തൈരിനെ ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പം ഞാൻ 1 കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത്. അപ്പം അത് ഇതിലേക്ക് ഒരു ബ്ലെൻഡറിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുവാണ്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഒത്തിരി ലൂസാക്കണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് കറക്കിയാൽ മതി. അപ്പം നമ്മുടെ ബ്ലെൻഡ് ചെയ്തെടുത്തു. നമ്മുടെ തൈര് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് ഞാൻ ഇതുപോലത്തെ ഒരു മൺകലം എടുത്തിട്ടുണ്ട്. മൺകലത്തിലാണ് കുറച്ചുകൂടി നല്ലത് ഇതുപോലെ മോര് സംഭാരമൊക്കെ കഴിക്കാനൊക്കെ ആയിട്ട്. അപ്പം ഞാനിതുപോലൊരു മൺകലം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നമ്മൾ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് നല്ല തണുത്ത 1.5 കപ്പ് വെള്ളമാണ്. അതും ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിനകത്ത് ഇപ്പം 1 കപ്പ് തൈരും അതേപോലെ തന്നെ 1.5 കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നീക്കി വെക്കാം. ഇനി നെക്സ്റ്റ് വേണ്ടത് നമ്മൾ ഇടിക്കല്ലിലേക്ക് ഞാനിവിടെ 2 ചുവന്നുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. അതൊന്ന് ചതച്ചെടുക്കണം. അപ്പം ഞാൻ ആ ചുവന്നുള്ളി ഇതിലേക്ക് ഇടുന്നുണ്ട്. അതുപോലെ തന്നെ 2 പച്ചമുളക്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചി. ഇവിടെ ഞാൻ ചേർക്കുന്നത് ഇഞ്ചിയുടെ പേസ്റ്റാണ്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഇഞ്ചിയുടെ പേസ്റ്റ് വേണമെന്നില്ല കേട്ടോ. നിങ്ങൾക്കൊരു കുഞ്ഞു കഷ്ണം ഇഞ്ചി ഉണ്ടായി കഴിഞ്ഞാൽ അത് ഇതിലേക്ക് ചേർക്കാം. ഇത് നന്നായിട്ട് നമ്മളൊന്ന് ഇടിച്ച് ചേർക്കുവാണ്. നമ്മളിപ്പം ഈ മിക്സിക്കകത്തിട്ട് ഇടിക്കുന്നതും നല്ലതാട്ടോ. പക്ഷെ എന്നാൽ നമ്മുടെ തനി നാടൻ ഈ സംഭാരമൊക്കെ കഴിക്കുവാനായിട്ട് ഏറ്റവും നല്ലത് ഇതിനകത്തൊന്ന് ഇടിക്കലിനകത്തൊക്കെ ഇടിച്ചിട്ടുള്ള ഇത് ചേർക്കുന്നതായിരിക്കും കുറച്ചൊരു ഫ്ലേവർ കിട്ടാം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഉള്ളിയും പച്ചമുളകും അതേപോലെ ഇഞ്ചിയും ചതച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ഈ തൈരിനകത്തിലേക്ക് ഇതിട്ട് കൊടുക്കുവാണ്. ഇനി കുറച്ച് കറിവേപ്പില ഒന്ന് കീറിയിട്ട് ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിപ്പോൾ ഞാനിതിനകത്ത് ഇതുപോലെ വിസ്ക് വെച്ചിട്ടാണ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ തൈര് കടയുന്ന തവി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം അത്രയേ ഉള്ളൂ ഈ സംഭാരം. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മൺകലം ആയതുകൊണ്ട് അതിന് തന്നെ തണുപ്പുള്ളത് കൊണ്ട് നമുക്ക് വേറെ
എന്താ പറയുക, കൂടുതൽ തണുപ്പിൻ്റെ ആവശ്യമില്ല. അത് ഒന്നുകൂടി മൺകലത്തിലിരുന്ന് ഒന്നുകൂടി ഈ സംഭാരം തണുത്തോളും. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ഐസ് ക്യൂബ്സ് വേണമെങ്കിൽ ഒക്കെ ഇടാം, നല്ല തണുപ്പിന് വേണ്ടിയിട്ട്. ഞാനിവിടെ തണുത്ത വെള്ളവും അതേപോലെ തന്നെ മൺകലവുമാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഈ ഐസ് ക്യൂബ്സിൻ്റെ ആവശ്യമൊന്നും വരത്തില്ല. ഭയങ്കര തണുപ്പിൽ നിങ്ങൾക്ക് സംഭാരം കുടിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ ഇതിനകത്ത് 2 ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പം നമുക്ക് ഈ സംഭാരം സെർവിങ് പാത്രത്തിലേക്ക് ഒഴിക്കാം കേട്ടോ. വളരെ ഈസിയാണ് ഈ സംഭാരം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ സംഭാരത്തിന് ഒത്തിരി ഗുണങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ ഹെൽത്തിനൊക്കെ നല്ലതാണ്. ഈ ചൂടിനെ പ്രതിരോധിക്കാനും നമ്മുടെ ശരീരത്തെ തണുക്കാനും അതേപോലെ കൊളസ്ട്രോളിനും പ്രഷറിനും ഒക്കെ നല്ലതാണ്. അതേപോലെ തന്നെ വയറ്റിന് അസുഖമുള്ള, അതായത് ഗ്യാസോ അങ്ങനത്തെ ട്രബിൾ ഉണ്ടെന്ന് വെച്ചാലും ഈ സംഭാരം വളരെ നല്ലതാണ്. തൈര് എപ്പോഴും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു കിടു റെസിപ്പിയുമായി നമുക്ക് പിന്നെ കാണാം. ബൈ.